ഹായ് ഫ്രണ്ട്സ്, ചിക്ക് ബുക്ക് ക്രിയേഷൻസിൻ്റെ ഹാൻഡ് എംബ്രോയ്ഡറി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാൻഡ് എംബ്രോയ്ഡറി പഠിക്കാൻ ആവശ്യമായ സാധനങ്ങൾ: ഹൂപ്പ് അല്ലെങ്കിൽ റിങ്. ഇത് പല അളവിലുണ്ട്: 5 ഇഞ്ച്, 8 ഇഞ്ച്, 10 ഇഞ്ച് എന്നിങ്ങനെ. അകത്ത് റിങ്ങിൻ്റെ അളവിലാണ് സൈസ് കണക്കാക്കുന്നത്. ഇതിന് 2 ഭാഗങ്ങളുണ്ട്: സ്ക്രൂ ഉള്ള ഒരു ഭാഗവും ഇല്ലാത്തൊരു ഭാഗവും. ഈ സ്ക്രൂ ഇങ്ങനെ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യാം. തുണി നല്ല ടെമ്പറായി വലിഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഹൂപ്പ് ഉപയോഗിക്കുന്നത്. ഇനി തുണിയാണ് വേണ്ടത്. നല്ല ഇഴയെടുപ്പമുള്ള ഏത് തുണിയും ഉപയോഗിക്കാം. കുഞ്ഞുടുപ്പ് തയ്ക്കാൻ ഉപയോഗിക്കുന്ന മൽക്കോട്ടനാണ് ഒന്നാമത്തത്. അടുത്തത് പെറ്റിക്കോട്ട് തയ്ക്കാൻ ഉപയോഗിക്കുന്ന പോപ്ലിൻ തുണിയാണ്. ചുരിദാറിനുള്ള സ്ലബ് സിൽക്കാണ് അടുത്തത്. തയ്ച്ചു പഠിക്കാൻ വെള്ളത്തുണിയാണ് നല്ലത്. അടുത്തായിട്ട് വേണ്ടത് നൂലാണ്. കഴിനൂൽ എന്ന് പറയുന്ന ഈ നൂൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതിന് 6 ഇഴയുണ്ട്. ആങ്കറിൻ്റെയും ഡോളിയുടെയും പല ബ്രാൻഡിലുള്ള നൂലുകൾ അവൈലബിൾ ആണ്. ആങ്കറിൻ്റെ ഈ നൂലിന് 15 രൂപയാണ് വില. ഇതിന് 18 രൂപയും. ആദ്യമായി എംബ്രോയ്ഡറി പഠിക്കുമ്പോൾ കുറഞ്ഞ വിലയിലുള്ള നൂല് മതി. ഇതിൻ്റെ പേര് പേൾ കോട്ടൺ എന്നാണ്. ഇതിന് ഒറ്റ നൂലായിട്ടാണ് കിട്ടുന്നത്. അടുത്തത് മെഷീൻ എംബ്രോയ്ഡറി ചെയ്യുന്ന നൂലാണ്. ഇത് കൈകാര്യം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നല്ല രീതിയിൽ ഹാൻഡ് എംബ്രോയ്ഡറി പഠിച്ചതിന് ശേഷം ഇത് ഉപയോഗിക്കുക. ഇതിനൊരു സിൽക്കി എഫക്റ്റ് ഉണ്ട്. അടുത്തത് സൂചിയാണ്. ഇങ്ങനെ പലതരത്തിലുള്ള വലിയ കണ്ണുള്ളത്, ചെറിയ കണ്ണുള്ളത് എന്നിങ്ങനെ സൂചി പലതരത്തിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഞാനിവിടെ ആങ്കറിൻ്റെ നൂലാണ് നമ്മുടെ എംബ്രോയ്ഡറി ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. അത് ആവശ്യത്തിനുള്ള നീളത്തിൽ, ഞാനിവിടെ ഒരു 24 ഇഞ്ച് നീളത്തിലാണ് എടുക്കുന്നത്. അതിൽ കൂടുതൽ നീളം എടുത്താൽ നൂല് കുരുങ്ങാൻ സാധ്യതയുണ്ട്. അവിടെ വെച്ചത് മുറിക്കുക. അതിനുശേഷം ആ പേപ്പറിൻ്റെ ഒരു ഷീൽഡ് പോലൊരു സാധനം ഉണ്ടല്ലോ, അത് ആ നൂലിലേക്ക് തിരിച്ചിടുക. അത് നൂല് കട്ട പിടിക്കാതിരിക്കാനും കുരുങ്ങാതിരിക്കാനും നല്ല ഉപയോഗമാണ്. അതിനുശേഷം നൂലെടുത്ത് പിരിച്ചെടുക്കുക. മുകളിൽ 2 തട്ട് തട്ടിയാൽ അത് പിരിഞ്ഞു കിട്ടും. അതിനുശേഷം 3 നൂലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. കണ്ടോ, ഇതിപ്പോൾ 6 എണ്ണം കാണാം. അതിൽ 3 എണ്ണം എടുക്കുക. അതിങ്ങനെ ഇടത്തെ കൈ വെച്ച് ഇങ്ങനെ പിരിച്ച് കൊടുത്താൽ അത് കുരുക്ക് വീഴാതെയും കെട്ട് പിണയാതെയും നമുക്ക് കിട്ടും. ബാക്കിയുള്ള 3 നൂല് ഒരു കാർഡ്ബോർഡ് പേപ്പറിൽ ഞാനിങ്ങനെ ചുറ്റി വെക്കുകയാണ്. അതും നൂല് കെട്ടുപിടിക്കാതെയും കുരുങ്ങാതെ ഇരിക്കാൻ സഹായിക്കും. ഇനി സൂചി എടുക്കുക. ഇത് നമ്മൾ സാധാരണ ബ്ലൗസിൻ്റെ ഹെമ്മൊക്കെ ചെയ്യുന്ന കൈസൂചിയാണ്. ഇതുകൊണ്ട് ഇത് മതി നമുക്ക് ഹാൻഡ് വർക്ക് ചെയ്യാനായിട്ട്. നല്ല ഈസി ആയിട്ട് ആ 3 നൂല് അതിലൂടെ കടന്നു വരും. അതിനുശേഷം ആ നൂലിങ്ങനെ വലിച്ചു പിടിച്ച് ചൂണ്ടുവിരൽ കൊണ്ട് ഒരറ്റം ചുറ്റിയെടുത്ത് ചെറുതായിട്ട് ഒന്ന് പിരിച്ചു കൊടുത്താൽ അവിടെ ഒരു കെട്ട് വീഴും. കണ്ടോ? അതിനുശേഷം നമുക്ക് തുണി റിങ്ങിൽ ഫിക്സ് ചെയ്യാം. കണ്ടോ? അകത്ത് റിങ് വെച്ചിട്ട് അതിന് മുകളിലാണ് തുണി വിരിക്കുന്നത്. അതിനുശേഷം സ്ക്രൂ ഉള്ള റിങ് ചെറുതായി ലൂസാക്കിയതിന് ശേഷം അതിന് മുകളിലേക്ക് വെച്ച് ചെറുതായി അമർത്തുക. ഇങ്ങനെ ഹൂപ്പ് മറ്റേ റിങ്ങിനകത്ത് കടന്നു കഴിഞ്ഞാൽ സ്ക്രൂ മുറുക്കുക. എന്നിട്ട് വശങ്ങളിലുള്ള തുണി ചെറുതായിട്ട് പുറത്തേക്ക് പിടിച്ച് വലിച്ചെടുക്കുക. അങ്ങനെ നല്ല രീതിയിൽ തുണി ടെമ്പർ ആകുന്നത് വരെ വലിച്ചു കൊടുക്കുകയും സ്ക്രൂ മുറുക്കുകയും ചെയ്യണം. ഇപ്പോൾ കണ്ടോ, തുണി ടെമ്പറായി വരുന്നുണ്ട്. ഇങ്ങനെ നല്ല രീതിയിൽ ടെമ്പർ ആയതിനു ശേഷം ഒന്നും കൂടെ ബാക്കി സ്ക്രൂ മുറുക്കി കൊടുക്കുക. ഇപ്പോൾ ആവശ്യത്തിനുള്ള ഒരു വലിവ് തുണിക്ക് കിട്ടിയിട്ടുണ്ട്. ആവശ്യത്തിൽ കൂടുതൽ ബലം പ്രയോഗിച്ച് തുണിയോ റിങ്ങോ വലിച്ചാൽ ഇങ്ങനെ റിങ് പൊട്ടി 2 പാർട്ടായിട്ട് മാറും. ഇനി നമുക്ക് തുണിയിൽ പെൻസിൽ ഉപയോഗിച്ച് 5 ഇഞ്ച് നീളത്തിൽ ഒരു വര വരയ്ക്കാം. ഹൂപ്പ് കയ്യിലെടുത്ത് പിടിക്കുക. ഇടതുവശത്തെ കൈ കൊണ്ട് ബാക്കിയുള്ള തുണി ഹൂപ്പിനോട് ചേർത്ത് പിടിച്ച് സ്റ്റിച്ച് തുടങ്ങാം. ആദ്യം സൂചി മുകളിലേക്ക് വലിച്ചെടുത്ത് കുറച്ച് ദൂരം വിട്ട്
ഒന്നും കൂടെ കുത്തി സൂചി താഴേക്ക് എടുക്കുക. ഇനി ഇപ്പോൾ ചെയ്ത സ്റ്റിച്ചിൻ്റെ നടുക്ക് ചേർന്ന് ഇടതുവശത്തൂടെ സൂചി മുകളിലേക്ക് എടുക്കുക. വീണ്ടും കുറച്ച് ഭാഗം വിട്ട് മുന്നിലേക്ക് കുത്തി സൂചി ഇപ്പോൾ ചെയ്ത സ്റ്റിച്ചിൻ്റെ നടുഭാഗം ചേർന്ന് ഇടതുവശത്തോട് ചേർത്ത് മുകളിലേക്ക് എടുക്കുക. ഈ സ്റ്റിച്ച് തുടർച്ചയായി ചെയ്യുക. ഇതിനാണ് സ്റ്റെം സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യുന്നതിന് ഹൂപ്പ് സ്റ്റാൻഡ് വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. സിമ്പിളായി ഒരു ഹൂപ്പ് സ്റ്റാൻഡ് ഉണ്ടാക്കുന്ന വീഡിയോ എൻ്റെ ചാനലിലുണ്ട്, കാണാൻ മറക്കരുതേ. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം എന്തുതന്നെയായാലും നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും കമൻറ്റിൽ പറയുമല്ലോ. ഇനിയുള്ള സ്റ്റിച്ചസ് സീരീസ് 2-ൽ പഠിക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബും ചെയ്യാൻ മറക്കരുത്. ബൈ.